तू गुनगुनाए मुस्कुराए छोटी मोटी बातों पे मुंह फुलाए ये नजाकत मेरी आदत पास मुझे लाए नादानिया खींचे मुझे नादानिया. Hey all, hope you are all doing great. അപ്പോൾ ഇന്ന് ഞാനൊരു ഈസി നോ മേക്കപ്പ് ലുക്കാണ് ചെയ്യുന്നത്. നിങ്ങളൊരു ബിസി കോളേജ് ഓർ ഓഫീസ് ലൈഫൊക്കെ ലീഡ് ചെയ്യുന്നവരാണെങ്കിൽ ഒരു ബാലൻസ്ഡ് മേക്കപ്പ് ലുക്ക് ക്രിയേറ്റ് ചെയ്യാൻ സ്ട്രഗിൾ ചെയ്യുന്നുണ്ടെങ്കിൽ ദിസ് വീഡിയോ ഈസ് ഫോർ യു ഗൈസ്. സിമ്പിളായിട്ടാണ് ഞാൻ പറഞ്ഞു തരുന്നത്. ഫസ്റ്റ് ഞാൻ യൂസ് ചെയ്യുന്നത് ന്യൂട്രിഡൈമിൻ്റെ ഒരു മോയ്സ്ചറൈസറാണ്. ഞാനിതിൽ ഓരോ പ്രൊഡക്ട്സ് യൂസ് ചെയ്യുന്നതും നിങ്ങൾക്ക് ആ സെയിം പ്രൊഡക്റ്റ് തന്നെ യൂസ് ആക്കണമെന്നില്ല. നിങ്ങളുടെ കയ്യിൽ ഏതാണോ പ്രൊഡക്റ്റ് ഇതിന് ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ളത് അത് യൂസ് ആക്കാം. ബട്ട് ഈ സ്റ്റെപ്പ് ഒന്ന് ഫോളോ ചെയ്താൽ മാത്രം മതി. സെക്കൻഡ് ഞാൻ യൂസ് ആക്കിയിട്ടുള്ളത് ഡെർമക്കോൻ്റെ ഒരു സൺസ്ക്രീനാണ്. എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ടുള്ളൊരു സൺസ്ക്രീനാണിത്. എൻ്റെ സെക്കൻഡ് ബോട്ടിലാണ്. എൻ്റെ സ്കിൻ ഒരു നോർമൽ ടു ഡ്രൈ സ്കിൻ ടൈപ്പ് ആയതുകൊണ്ട് തന്നെ എനിക്ക് ഒരുപാട് അങ്ങനെ മേക്കപ്പ് എക്സ്പീരിമെൻറ്റ്സ് നടത്തുമ്പോൾ അത്ര കുഴപ്പം വരാറില്ല. നിങ്ങൾ സെൻസിറ്റീവ് സ്കിന്നൊക്കെ ആണെങ്കിൽ ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് ട്രൈ ചെയ്യാം കേട്ടോ. ദെൻ ഞാൻ യൂസ് ആക്കുന്നത് ഒരു ബ്ലഷാണ്. ഇത് വന്നിട്ട് റെയർ ബ്യൂട്ടീൻ്റെ ഒരു ബ്ലഷാണ്. എനിക്കറിയാം ഇത് കുറച്ച് കോസ്റ്റ്ലിയാണ്. ബട്ട് നിങ്ങളുടെ കയ്യിൽ ഇത് അഫോർഡ് ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ ഇതിന് ഡ്യൂബ്സ് അവൈലബിൾ ആണ്. സെയിം നിങ്ങളുടെ കയ്യിൽ ഏതാണോ ഒരു ബ്ലഷ് ഉള്ളത് അതിട്ട് കൊടുത്താൽ മതി. ബട്ട് എന്താണെന്ന് വെച്ചാൽ ഒരു ന്യൂട്രൽ ഷെയ്ഡ് വാങ്ങിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. ഭയങ്കര ഒരു റെഡിഷ് ഷെയ്ഡൊന്നും വാങ്ങിച്ചു കഴിഞ്ഞാൽ ഒരു നോ മേക്കപ്പ് ലുക്ക് നമുക്ക് കിട്ടില്ല. ആൻഡ് ഇതിൻ്റെ ഷെയ്ഡ് വന്നിട്ട് എൻകറേജ് എന്ന് പറഞ്ഞിട്ടൊരു ഷെയ്ഡാണ്. നല്ലതായിട്ട് ലാസ്റ്റ് ചെയ്യുന്ന ഒരിതാണ്. അപ്പോൾ ഇന്ന് ഞാൻ ഒരു സട്ടിൽ ആൻഡ് നാച്ചുറൽ മേക്കപ്പാണ് ചെയ്യുന്നത് കേട്ടോ. ബട്ട് ഇറ്റ് വിൽ എൻഹാൻസ് യുവർ ഫീച്ചേഴ്സ് ഓൾസോ. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. എന്താവും നമുക്ക് ലാസ്റ്റ് നോക്കാം. ആൻഡ് ഇത് വന്നിട്ട് 1 ഡോട്ട് തന്നെ ഒരുപാടാണ്. ബട്ട് ഞാൻ ഇതിൽ 2 ഡോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ടായി. കുറച്ചുകൂടെ ഒന്ന് എൻഹാൻസ് ചെയ്ത് കാണട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ ഇട്ട് കൊടുത്തത്. ആൻഡ് ബാക്കി വരുന്നത് ഐ ഷാഡോ ആയിട്ടൊക്കെ യൂസ് ചെയ്യും. ഞാനിത് കൈ കൊണ്ട് തന്നെ ഫിംഗർ ടിപ്സ് വെച്ചിട്ട് തന്നെയാണ് ഇത് ബ്ലെൻഡ് ആക്കൽ. ബട്ട് നിങ്ങൾക്ക് ബ്യൂട്ടി ബ്ലെൻഡറൊക്കെ യൂസ് ചെയ്യാം. എനിക്ക് ബ്യൂട്ടി ബ്ലെൻഡറിനേക്കാളും കുറച്ചും കൂടെ കംഫർട്ടബിൾ ഞാൻ എൻ്റെ ഫിംഗർ ടിപ്സ് വെച്ചിട്ട് ബ്ലെൻഡ് ആക്കുന്നതാണ് എനിക്ക് കൂടുതൽ താല്പര്യം. സോ അതിട്ട് കൊടുക്കുക. നിങ്ങൾക്കൊരു ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള ഒരു പൗഡർ ബ്ലഷ് ഞാൻ പറഞ്ഞുതരാം. ഷുഗർ കോസ്മെറ്റിക്സിൻ്റെ പിങ്ക് ഓർ പീച്ച് പിനാക്കിൾ, എൻ്റെ പേര് ഞാൻ കുറച്ച് മറന്നുപോയി. ഇതിൽ ഒരു ബ്ലഷ് അടിപൊളിയാണ്. ആൻഡ് ദെൻ ഇത് വന്നിട്ട് ഒരു ഡോട്ട് ആൻഡ് കീൻ്റെ സ്ട്രോബെറി ടിൻ്റെ ലിപ് ബാമാണ്. കുറേ നാളായിട്ട് ഞാൻ ഇത് തന്നെയാണ് യൂസ് ആക്കുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ലിപ് ബാമാണ്. നല്ലൊരു പിങ്കി ലിപ്പ് നമുക്ക് അത് അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ കിട്ടുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ നമുക്കിപ്പോൾ ലിപ്സ്റ്റിക് ഒന്നും ഇടാനുള്ള ഒരു മൂഡില്ലെങ്കിൽ ഈ ഒരു ലിപ് ബാം മാത്രം ഇട്ട് കൊടുത്താൽ മതി. ദെൻ ഞാൻ യൂസ് ആക്കുന്നത് നൈക്കേൻ്റെ ഒരു ലിപ്സ്റ്റിക്കാണ്. ഇതൊരു മാറ്റ് ഫിനിഷ് ലിപ്സ്റ്റിക്കാണ്. ഇത് വന്നിട്ട് UR ലാറ്റെ എന്നാണ് ഇതിൻ്റെ ഷെയ്ഡ് വന്നിട്ടുള്ളത്. ഇതൊരു ഒരു ബ്രൗൺ അണ്ടർ ടോൺ വരുന്ന ലിപ്സ്റ്റിക്കാണ്. നല്ലൊരു ബ്യൂട്ടിഫുൾ ഷെയ്ഡാണ്. എല്ലാ സ്കിൻ ടോണും ചേരുന്നതായിട്ട് തോന്നിയിട്ടുണ്ട്. ആൻഡ് ഇത് നമ്മളൊരു ഒരു ഓഫീസ് ലുക്ക് ഓർ കോളേജ് ലുക്കൊക്കെ ആയതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ കളേഴ്സൊക്കെ പെർഫെക്റ്റ് ആയിട്ട് പോകും. ഭയങ്കര ഒരു പിങ്കി പിച്ചി കളേഴ്സിനോട് ഓഫീസ് ലുക്ക് ഓർ കോളേജ് ലുക്കൊക്കെ അങ്ങനെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം. ബട്ട് എനിക്ക് ഇങ്ങനത്തെ കളർ ചൂസ് ചെയ്യാനാണ് ഇഷ്ടം. ദെൻ ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു K ബ്യൂട്ടീൻ്റെ കാജലാണ്. ഇത് വന്നിട്ട് എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് കാജലാണ്. ആൻഡ് ഇത് നമുക്കൊരു നോ മേക്കപ്പ് ലുക്ക് ആയതുകൊണ്ട് തന്നെ നമ്മൾ കാജലൊന്നും ഐലൈനറും അങ്ങനെ ഒന്നും ലൈൻ ചെയ്യുന്നില്ല. ബട്ട് ജസ്റ്റ് കണ്ണിൻ്റെ ഉള്ളിൽ മാത്രം ഒന്ന് ലൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്തിനെന്ന് വെച്ചാൽ കണ്ണിന്ന് എൻഹാൻസ് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ദെൻ ഒരു ഐലാഷസ് കളർ വെച്ചിട്ട് കേൾ ചെയ്ത് കൊടുത്തു. ആൻഡ് ഒരു മെബിലിൻ്റെ മസ്കാരയാണ്. ഇത് ഓൾമോസ്റ്റ് ഫിനിഷ് ആവാറായി. കുറേ നാളായി ഇത് തന്നെ യൂസ് ആക്കുന്നത്. അത് 2 ഐലാഷസിലും അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആൻഡ് ലാസ്റ്റ് ഞാനൊരു സ്ട്രോപ്പ് ക്രീമാണ് അപ്ലൈ ചെയ്യുന്നത്. ഇത് മാക്കിൻ്റെ സ്ട്രോപ്പ് ക്രീമാണ്. ബട്ട് ഇതിന് ഓൾട്ടർനേറ്റീവ് ആയിട്ട് NYBയുടെ അടിപൊളി സ്ട്രോപ്പ് ക്രീം കിട്ടും. സോ അതിന് അത്ര റേറ്റ് ഒന്നുമില്ല. കുറച്ച് മാത്രം ഇട്ട് കൊടുക്കാനേ ഉള്ളൂ. കാരണം നാച്ചുറൽ ലുക്കാണ്. ജസ്റ്റ് ഒന്ന് എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നിങ്ങളുടെ ഫീച്ചേഴ്സ്. സോ അതുകൊണ്ട് തന്നെ ജസ്റ്റ് ഒന്ന് 2 ചീക്കിലും ഒന്ന് ഹൈലൈറ്റർ ആയിട്ട് മാത്രമാണ് ഇത് ഇട്ട് കൊടുക്കുന്നുള്ളൂ. ഹെവി ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളുടെ നോ മേക്കപ്പ് ലുക്കൊക്കെ പോകും. സോ അതുകൊണ്ട് തന്നെ ഭയങ്കര സിമ്പിളായിട്ട് നിങ്ങൾക്ക് കുറച്ചൊക്കെ മോഡിഫൈ ചെയ്യാം കേട്ടോ വേണമെങ്കിൽ ഇഷ്ടമാണെങ്കിൽ. സോ ദിസ് ഈസ് എ ഫൈനൽ ലുക്ക്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നു. സോ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഡോണ്ട് ഫോർഗെറ്റ് ടു സബ്സ്ക്രൈബ് ഫോർ മോർ. അടുത്തൊരു അടിപൊളി വീഡിയോ ആയി കാണുന്നവരെ ടേക്ക് കെയർ ആൻഡ് ബൈ.